നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നാട്ടുകാരുടെ മുന്നിൽ നാണം കിട്ടും. ആ ചെറുക്കനെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയ അവനൊരു ഫ്രോഡ് ലുക്കുണ്ട്. അവന്റെ ഒരു ഓവർ വിനയവും ബഹുമാനവും ചിരി. നീ അങ്ങനെയൊന്നും അല്ലല്ലോടി നേരത്തെ പറഞ്ഞത്. അവൻ വളരെ നല്ല പയ്യനാണ്, അവനെ കണ്ടോന്ന് ഭാഗ്യം ചെയ്യണമെന്നൊക്കെ. ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇവളുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ സംഭവിക്കും? ഈ കാര്യത്തെ ചേച്ചി എന്ത് തെറ്റാ ചെയ്തേ? നമ്മളെല്ലാരും കൂടി നിർബന്ധിച്ചുകൊണ്ട് മാത്രല്ലേ ചേച്ചി അവനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. എന്നിട്ട് സഞ്ജയ് കാണിച്ച വൃത്തികേടിന് ചേച്ചി എങ്ങനെ ഉത്തരവാദിയാവും? ചേച്ചി ചേച്ചി മോളെ, മോക്ക് ഒരു കുഴപ്പമില്ല. പെട്ടെന്നുള്ള ഷോക്കിലൊന്നും മയങ്ങി വീണെന്നേ ഉള്ളൂ. ചേച്ചി പേടിക്കണ്ട, ഞങ്ങൾ എല്ലാരും കൂടെ ഉണ്ട്. കൂടെ ഉണ്ട്. നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടിരിക്കാൻ കൂടെ ഉണ്ട്. രണ്ടാമതും കല്യാണം മുടങ്ങിയത് കൊണ്ടേ നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ കഥകൾ കിട്ടിക്കാണും. സഞ്ജയിനെ പോലൊരു മോശക്കാരൻ ഇട്ടിട്ട് പോണെങ്കിൽ മഞ്ജു അത്ര വലിയ പിഴയാണെന്നായിരിക്കും അവര് പറയാൻ പോകുന്നത്. നീ പറയുന്ന അത്ര വൃത്തികേടൊന്നും നാട്ടുകാരും പറയുകയില്ല. അവർക്കാർക്കും നിന്റെ അത്ര ദുഷിച്ച ഒരു മനസ്സുണ്ടാവത്തില്ല. ഈ കല്യാണം മുടങ്ങാൻ കാരണക്കാരൻ സഞ്ജയ് മാത്രമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവില്ലേ? സഞ്ജയ് ചേച്ചിയുടെ പുറകെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കുറെ നടന്നതല്ലേ. അങ്ങനെ ഒരാൾ എന്തിനാ കല്യാണത്തിന്റെ ഒളിച്ചോടുന്നേ? ഇനി അവൻ നമ്മുടെ കുടുംബത്തോട് പകരം വീട്ടിയതായിരിക്കും. അച്ഛൻ അവനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതല്ലേ. നാട്ടുകാരുടെ മുമ്പിൽ അവൻ നാണം കെട്ട പോലെ നമ്മളെ നാണം കെടുത്താന്നായിരിക്കും അവൻ കണക്ക് കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ തല്ലിക്കൊല്ലും. കൂടുതൽ പ്രശ്നത്തിന് പോയിട്ട് എന്താ കാര്യമുള്ളേ? നമ്മുടെ ലക്ഷ്യം മഞ്ജുമോളെ ഈ നാണക്കേടിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതല്ലേ. അതിന് സഞ്ജയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. അതൊന്നും നടക്കില്ല. അവൻ നല്ല കാശുള്ള പാർട്ടിയല്ലേ. എവിടെ പോയി ഒളിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റൂല. ഞാനേ ആ അരവിന്ദാക്ഷനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. പോലീസ് സഹായിച്ചാൽ അവനെ കണ്ടുപിടിക്കാൻ പറ്റും മോളെ. അല്ല, സഞ്ജയ് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും അവൻ മഞ്ജു ചേച്ചിയെ കല്യാണം കഴിക്കുമെന്ന് എന്താ ഉറപ്പ്? ഓ, അങ്ങനെ ഒന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എന്തായാലും അവനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തായാലും ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്റെ പേടി അതല്ല. കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് ഗോപാൽജി വീടിന്റെ ആധാരം തിരിച്ചെടുക്കാൻ ചെലവാക്കിയ കാശ് തിരിച്ചു ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ ഞാൻ പെട്ടു. മഹേഷിടം പറഞ്ഞ പോലെ പ്രതികാരം ചെയ്യാനാണ് സഞ്ജയ് അങ്ങനെ ചെയ്തതെങ്കിൽ ഗോപാൽജി ഉറപ്പായിട്ടും കാശ് തിരിച്ചു ചോദിക്കും. കാശ് കൊടുത്തില്ലെങ്കിൽ അവര് നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. സ്വന്തമായിട്ടുള്ളൊരു വീട്ടിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ കല്യാണം കഴിയുന്നോടെ നമ്മുടെ കുടുംബം രക്ഷപ്പെടുമെന്നാ ഞാൻ കരുതിയത്. ഓ, ഇവളെ പോലൊരു ഭാഗ്യം കൊണ്ട ഒരുത്തി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവള് കാരണം സ്വന്തം ജീവിതം മാത്രമല്ല ചുറ്റുമുള്ള എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കും. അത്രയ്ക്ക് ശപിക്കപ്പെട്ട ജന്മം ഇവളുടേത്. ഇനി ഒരു അക്ഷരം മിണ്ടിയ പ്രായത്തിന് മൂത്താളെന്നൊന്നും ഞാൻ നോക്കില്ല. നമ്മളൊക്കെ പറയുന്ന കേട്ടിട്ടാ
ചേച്ചി ഇത്രയും വലിയ പ്രശ്നത്തിൽ വന്ന് ചാടിയത്. എന്നിട്ട് അതിനെ കുറിച്ചൊക്കെ മറന്ന് ചേച്ചി പ്രാഗം നിങ്ങൾക്ക് ഉളുപ്പില്ലേ? മഹിമേ, എന്താടാ നീ സൗണ്ട് കൂട്ടിയ പേടിക്കുന്ന ആരും ഇവിടെ ഇല്ല. എല്ലാവരും ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ചേച്ചി കുറച്ചേരം സമാധാനായിട്ട് ഇരിക്കട്ടെ. ചേച്ചി അമ്മായി പറയുന്ന കേട്ട് വിഷമിക്കാൻ നിൽക്കണ്ട. അമ്മായി പറയുന്നതിലും കാര്യമുണ്ട് മോളെ. ഞാനൊരു ഭാഗ്യം കിട്ടവളാ. പേടിച്ച് കരഞ്ഞു തീർക്കാനുള്ളതാ എന്റെ ജന്മം. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിത് ശീലമാ. പക്ഷേ എന്റെ കൂടെയുള്ളവർക്ക് ഞാൻ കാരണം ഒരു ദോഷം ഉണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കാരണം നിനക്കെന്തെങ്കിലും പറ്റുമെന്ന് എന്റെ പേടി. ചേച്ചി വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ഇതൊരുമാതിരി വൃത്തിയായിട്ട പണിയെ പോയി ഗോപാൽജി. ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ആശ കൊടുത്തിട്ട് അവസാന നിമിഷം ഇങ്ങനെ മുങ്ങിക്കളയുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല. എടാ ബിജു, ഗിരിയേട്ടനോട് എനിക്ക് ബഹുമാനമുണ്ട് എന്ന് കരുതി ഈ കാര്യത്തിൽ ഗോപാൽജിയെ ന്യായീകരിക്കാൻ ഗിരിയേട്ടൻ വരണ്ട. ഗിരിക്കൊരു പെങ്ങളില്ലേ? അവൾക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിലോ? നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. സഞ്ജയ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സാറും കൂടി അറിഞ്ഞിട്ടല്ലേ ഈ കല്യാണം ഉറപ്പിച്ചത്. അപ്പോ അവൻ ചെയ്തതിനും സാറിന് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഗോപാൽജി ഉത്തരം പറഞ്ഞേ പറ്റൂ. മകൻ ചെയ്ത തെറ്റിന് അച്ഛന് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? സഞ്ജയ് ഗോപാൽജിയുടെ മകൻ തന്നെയല്ലേ? ഗിരി, നാട്ടുകാർ മൊത്തം ദേഷ്യത്തിലാ. വെറുതെ ചൂടായി പ്രശ്നം വഷളാക്കല്ലേ. ന്യായം അവരെ ഭാഗത്താ എന്ന് കരുതി എന്ത് വൃത്തികേട് പറയുന്നാണോ? വൃത്തികേട് പറയുന്നതാണോ കുറ്റം? ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ നാണം കെട്ട പരിപാടി ഒപ്പിച്ച നാട്ടുകാർ ചോദ്യം ചെയ്യും. സഞ്ജയിനെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ ഞങ്ങളുടെ കുട്ടിയെ പുറകെ നടന്ന് സമ്മതിപ്പിച്ചത് സഞ്ജയ്യ. എന്നിട്ടിപ്പോ അവൻ കാണിച്ച പരിപാടി കണ്ടില്ലേ? അവനെ ഒളിപ്പിച്ചത് നിങ്ങൾ തന്നെയാ. ഞാനോ? അതെ. മഞ്ജുവായി കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം സഞ്ജയ്ക്ക് ഏതെങ്കിലും വലിയ വീട്ടിൽ നിന്ന് ആലോചന വന്നു കാണും. വലിയ വീട്ടിൽ നിന്നാവുമ്പോ നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരുകയും ചെയ്യുമല്ലോ. നല്ലൊരു തുക സ്ത്രീധനമായി കിട്ടുകയും ചെയ്യും. മോനെ, ഞാൻ സങ്കല്പിക്ക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്നാ പിന്നെ സഞ്ജയ് എന്തിനാ പോയെന്ന് ഗോപാൽജി വ്യക്തമാക്കണം. അതറിയാനുള്ള അവകാശം മഞ്ജുവിനില്ലേ? തീർച്ചയായും. പക്ഷെ അതെല്ലാം ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വേണോ? ഇവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ അത് അറിയണം ഗോപാൽജി. മഞ്ജുവും ഗിരിയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് സഞ്ജയ്ക്ക് സംശയമുണ്ടായിരുന്നു. കല്യാണം മുടക്കി മഞ്ജുവിന്റെ ഭാവി തകർത്തതും പോരാ, അവളെ കുറിച്ച് നുണക്കഥകളും പറയണം അല്ലേ? അവനെന്റെ കൈ കിട്ടിയ അവനെ ശിക്ഷിക്കാൻ ഒരു തന്നെ സഹായം എനിക്ക് ആവശ്യമില്ല. അവനെ ഞാൻ തന്നെ കൊന്നേനെ. ഇതൊക്കെ ഇയാളുടെ ഒരു നാടകല്ലേ? അച്ഛനും മോനും ഒത്തുകളിച്ചതാ. നാട്ടുകാരും മഞ്ജുവിനെ കുറിച്ച് പറയുന്ന കഥകളെ കുറെ കേട്ട് കഴിഞ്ഞപ്പോ സഞ്ജയ്ക്കും ഗോപാൽജിക്കും സംശയം തോന്നിക്കാണും. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. പോക്കൃത്തനം പറഞ്ഞ അടിച്ച് കയ്യും കാലം ഓടിക്കും ഞാൻ. നീ ആണാണെങ്കി ആദ്യം പോയി സഞ്ജയുടെ കാല് തല്ലി ഓടിക്കടാ. ഞാനീ പറയുന്നതേ സത്യാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അവൻ മുങ്ങിയത്. മഞ്ജുവിനെ കുറിച്ച് നാട്ടുകാർ പറയുന്ന കഥകളെല്ലാം തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഗിരി എന്റെ സ്വന്തം മോനെ പോരാ.
തെറ്റൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷെ സഞ്ജയ് ഇത് ആര് പറഞ്ഞു ബോധ്യപ്പെടുത്തും? താൻ കാരണം എന്റെ അനിയത്തിയുടെ ഭാവി നശിച്ച പിന്നെ ഞാൻ പ്രതികരിക്കുന്ന ഇങ്ങനെ ആയിരിക്കില്ല.